Hi friends, welcome to KpeesTech. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പവർ ക്വറിയിലെ സ്പ്ലിറ്റ് എന്ന ഫംഗ്ഷനാണ്. എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. കോളം സ്പ്ലിറ്റ് ചെയ്യാം, റോ സ്പ്ലിറ്റ് ചെയ്യാം. ഇതെങ്ങനെ ഡിഫറെൻറ്റ് വേയിൽ ചെയ്യാമെന്ന് നമുക്ക് പരീക്ഷിക്കാം. ഞാനിവിടെ രണ്ട് ഷീറ്റുകൾ വെച്ചിരിക്കുന്നു. ഈ ഫസ്റ്റ് ഷീറ്റിൽ ഇത് ഒരു എക്സൽ ടേബിൾ ആണ്. ഈ ടേബിളിൽ കുറേ ഡാറ്റ ഉണ്ട്. ഇത് കുറേ നെയിംസ് ആണ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ. ഇതിൽ ലോറ സ്മിത്ത്, ഇത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, ഇങ്ങനെ ഓരോ ആളുകളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അടിച്ചിരിക്കുന്നു. ഇത് നമുക്ക് രണ്ട് കോളത്തിലായിട്ട് കിട്ടണം. ലോറ ഒരു കോളത്തിലും സ്മിത്ത് മറ്റൊരു കോളത്തിലും. അതല്ല, ഇതൊരു മാർക്ക് ബൂത്ത് ആന്റണി, ഇയാൾക്ക് ഇങ്ങനെയാണ് പേരെന്ന് വിചാരിക്കും. ഇപ്പൊ നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇങ്ങനെയെല്ലാം ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പൊ നമുക്കത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. എക്സലിൽ നമ്മൾ എവിടെയാണോ സ്പേസ് കാണുന്നത്, ഇപ്പോൾ ഈ ലോറ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, അത് ഫൈൻഡ് ചെയ്തിട്ട് അതിനെ ബേസിലാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫോർമുല ഒന്നും കാണാതെ പഠിക്കുകയോ നമുക്ക് അറിഞ്ഞിരിക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് മൗസ് ക്ലിക്കിലൂടെ നമുക്കിത് സാധ്യമാക്കാൻ കഴിയും. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് ആദ്യം പവർ ക്വറിയിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യണം. അതിനായിട്ട് ഡാറ്റ, ഇത് ടേബിൾ ആണ്. അപ്പോൾ ഫ്രം ടേബിൾ എന്ന് കൊടുത്തു, ക്വറിയിലേക്ക് ഡാറ്റ ലോഡായി വന്നു. ഈ കോളമാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ മേലെ നമുക്ക് ഇവിടെ ഹോമിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് എന്ന് കാണും. അതുകൂടാതെ നമ്മൾ ഈ ഹെഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ ഇവിടെയും സ്പ്ലിറ്റ് എന്ന് കാണും. ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, സ്പ്ലിറ്റ്. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കൂടിയുണ്ട്. ബൈ ഡെലിമിറ്റർ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് പറയുന്നു സെലക്ട് ഓർ എൻ്റർ ഡെലിമിറ്റർ. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ക്വറി വളരെ പവർഫുൾ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫൈൻഡ് ചെയ്തു. ഇതിന് രണ്ടിൻ്റെ മിഡിലായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് സ്പേസിനെ ബേസ് ചെയ്തിട്ടാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മളത് ഓക്കെ കൊടുക്കണം. അതുകൂടാതെ ഇവിടെ കോളൻ ഉണ്ടെങ്കിൽ അത് കോമയാണ്. ഇപ്പോൾ ലോറ കോമ സ്മിത്ത് എന്നാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ കോമ എന്നും നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഈക്വൽ സൈൻ ആണ്, സെമി കോളനാണ്. പല ആളുകളുടെയും ഡാറ്റയിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എല്ലാം സെപ്പറേഷൻ പല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടാവും, കോളം ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടാവും, ടാബ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയെല്ലാം പല രീതിയിലും ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഇപ്പം നമുക്ക് സ്പേസ് ആണ് ഉള്ളത്. ഞാൻ സ്പേസ് സെലക്ട് ചെയ്തു. ലെഫ്റ്റ് മോസ്റ്റ് ഡെലിമിറ്റർ. അപ്പം ലെഫ്റ്റ് മോസ്റ്റ് ഡെലിമിറ്റർ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ ഫസ്റ്റിൽ കാണുന്ന ഒരു സ്പേസ് അത് കണ്ടിട്ടാണോ ചെയ്യേണ്ടത്, അതോ റൈറ്റ് മോസ്റ്റ് സ്പേസ് കണ്ടിട്ടാണോ ചെയ്യേണ്ടത് എന്നാണ്. ഞാനിപ്പോൾ ലെഫ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോറ കഴിഞ്ഞ് ഫസ്റ്റിൽ കാണുന്ന സ്പേസിൻ്റെ അവിടെ മുതൽ ലെഫ്റ്റിലേത് ഫസ്റ്റ് നെയിമും റൈറ്റിലേത് ലാസ്റ്റ് നെയിമുമായിട്ട് അത് സെലക്ട് ചെയ്യും. അതുപോലെ ഇവിടെ റൈറ്റിൽ ഇപ്പം ഈ കേസിൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ ബോത്ത് കഴിഞ്ഞിട്ട് ഈ റൈറ്റിൽ ഇവിടെ മുതലാണ്, ഇവിടെ മുതൽ ആന്റണി സെക്കൻഡ് നെയിമും ഇത് രണ്ടും മാർക്ക് ബൂത്ത് എന്നുള്ളത് ഫസ്റ്റ് നെയിമായിട്ട് സെലക്ട് ചെയ്യും. ഈച്ച് ഒക്കറൻസ് ഓഫ് ദ ഡെലിമിറ്റർ, ഓരോ ഒക്കറൻസും, ഇപ്പോൾ മാർക്ക് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ മാർക്ക് ബൂത്ത് ആന്റണി, അങ്ങനെ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ അഡ്വാൻസ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോളമാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, റോ ആണ്. ഇപ്പം സാധാരണ രീതിയിലെല്ലാം നമുക്ക് ഇത് 2 കോളത്തിലായിട്ടാണ് കിട്ടേണ്ടത്. ചില കേസിൽ നിങ്ങൾക്ക് റോയിലേക്ക് വേണമെങ്കിൽ, റോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റോയും കൂടി, ഇപ്പോൾ ഈ ലോറ സ്മിത്ത് ഫസ്റ്റ് റോ ഫുള്ള് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് റോയ്ക്ക് ലോറ എന്ന് പേര് കൊടുക്കും, സെക്കൻഡ് റോയിൽ സ്മിത്ത് എന്ന് കൊടുക്കും. അങ്ങനെയാണ് റോ ബേസിൽ ചെയ്യുന്നത്. നമ്പർ ഓഫ് കോളംസ് ടു സ്പ്ലിറ്റ്, അത് നമുക്ക് എത്ര കോളം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെലിമിറ്റർ എന്ന് കൊടുത്തു, ലെഫ്റ്റിലെ ബേസ് ചെയ്തിട്ടാണ് വേണ്ടതെന്ന്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ഫോർമുല ഒന്നും കൊടുക്കാതെ ലോറ സ്മിത്ത്, ഇത് മാർക്ക് ബോത്ത് ആന്റണി, ഫസ്റ്റിൽ കാണുന്ന സ്പേസിൽ ഫസ്റ്റ് നെയിം എടുത്തു, ബാക്കിയെല്ലാം സെക്കൻഡ് നെയിം ആയിട്ട് എടുത്തു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇതിൻ്റെ ടൈറ്റിലെല്ലാം ഇവിടെ മാറിയിരിക്കുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നെയിം കൊടുക്കാം, ടൈറ്റിൽ മാറ്റാം. ഇവിടെ ലാസ്റ്റ് നെയിം. നിങ്ങൾക്ക് 3 ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം അങ്ങനെയുള്ളതാണെങ്കിൽ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കൊടുക്കാം. ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഫയൽ നമുക്ക് ക്ലോസ് ആൻഡ് ലോഡ് ടു
എക്സലിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കോളത്തിലായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഒരു ഫോർമുലയും എഴുതാതെ തന്നെ. ഇത് ഞാൻ ഡിസ്കാർഡ് ചെയ്യാണ്. ഇവിടെ വേറൊരു ഷീറ്റ്. ഈ ഷീറ്റിൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഒരു ഡാറ്റ കിട്ടുന്നത്. പല കമ്പനികളും നിങ്ങൾക്ക് തരുന്ന അവരുടെ ഇൻവോയ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസുകളോ ഒക്കെ പല രീതിയിലായിരിക്കും അവരുടെ സിസ്റ്റത്തിൽ നിന്നും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിലും ഡാറ്റ കിട്ടാം. ഇപ്പോൾ ലോറ, അതിന് താഴെ സ്മിത്ത്, ഒറ്റ കോളത്തിൽ തന്നെ 2 റോ ആയിട്ട് കിടക്കുന്നത്. ഒറ്റ റോയേ ഇതുള്ളൂ, പക്ഷെ ഇതിൽ തന്നെ 2 എണ്ണമായിട്ട് മേലെയും താഴെയായിട്ട് ലോറ സ്മിത്ത്, സ്റ്റാൻസി ജോൺസൺ, മാർക്ക് ബൂത്ത് എന്നെല്ലാം പറയുന്നത് ഒരു കോളത്തിൽ 2 റോ ആയിട്ട് കിടക്കുന്നു. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 കോളത്തിലേക്ക് മാറ്റും. ഇതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കൊറിയിലേക്ക് ലോഡ് ചെയ്യണം. അതിന് ഫ്രം ടേബിൾ കൊറി ഓപ്പണായി ഇതുപോലെ വന്നു. നമ്മളിത് സെലക്ട് ചെയ്തു. സ്പ്ലിറ്റ് കോളം ബൈ ഡെലിമിറ്റർ. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെലക്ട് ചെയ്തു ഇത് എന്ത് ടൈപ്പ് ആണെന്നുള്ളത്. ഇവിടെ #LF ലൈൻ ഫീഡ് എന്നുള്ളതാണ്. ഒരു ലൈൻ ഫീഡ് ആയിട്ടാണ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ട ഇവിടെ കോളം, ഈക്വൽസ്, സെമി കോളൻ, സ്പേസ്, ടാബ് എന്നുള്ള അതെല്ലാം കഴിഞ്ഞ് കസ്റ്റം എന്ന് പറയുന്നുണ്ട്. കസ്റ്റം ആണ് ഈ പറയുന്ന കോളം, കോമ, ഈക്വൽ സൈൻ ഇതൊന്നുമല്ല, കസ്റ്റം ആയിട്ടുള്ളതാണ്. ഈ കസ്റ്റത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ അടിച്ചു ചേർക്കാം. നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. നമ്മുടെ ഡാറ്റ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഫീഡ് ആയിട്ടാണ് ഇത് കൊറി ഓട്ടോമാറ്റിക് ആയിട്ട് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം ലൈൻ ഫീഡ്, കേരേജ് റിട്ടേൺ, ടാബ് ഇതുപോലുള്ളത് ഒരു ലൈൻ ഫീഡ് ആയിട്ടാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നു. നമ്മളത് ഓക്കെ കൊടുക്കുന്നു. ഒരു കോളത്തിൽ 2 എണ്ണം ഉണ്ടായിരുന്ന സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കി മാറ്റി. ഇനി ഇതുപോലെ നമുക്കിപ്പോൾ ഈ ഒരു കോളത്തിൽ KL001 എന്നുള്ള ഒരു പ്രോഡക്റ്റ് ഐ ഡി ആണ് ഉള്ളത്. പലർക്കും പല രീതിയിലും ആയിരിക്കും ID അവരുടെ സോഫ്റ്റ്വെയറിന് ആവശ്യമായി വരുന്നത്. KL ഒരു കോളത്തിലും 001 വേറൊരു കോളത്തിലും വേണ്ടി വരും. ചില ആളുകൾക്ക് KL0 പിന്നെ 01 വേണ്ടി വരും. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സ്പ്ലിറ്റ് ബൈ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ഡെലിമീറ്റർ അല്ല, നമ്മൾ നമ്പർ ഓഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എത്ര നമ്പർ? ഇത് നമ്മൾ നമ്പർ ഓഫ് ക്യാരക്ടർ 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൺസ് ആസ് ഫാർ ലെഫ്റ്റ് ആസ് പോസിബിൾ, ഈ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിലെ 2 എണ്ണം ഫസ്റ്റിലെ കോളത്തിലും പിന്നെ 001 എന്നുള്ളത് സെക്കൻഡ് കോളത്തിലും വരും. വൺസ് ആസ് ഫാർ റൈറ്റ് ആസ് പോസിബിൾ, റൈറ്റിലെ 2 എണ്ണം. അപ്പോൾ KL0 കഴിഞ്ഞിട്ട് 01 എന്നുള്ളത് ഒരു കോളത്തിൽ വരും. റിപ്പീറ്റഡ്ലി നമുക്ക് 2 ഇവിടെ 5 എണ്ണേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണം ഒരു ഫസ്റ്റ് കോളത്തിൽ, 2 എണ്ണം സെക്കൻഡ് കോളത്തിൽ, ലാസ്റ്റ് ഒരെണ്ണം ഒരു കോളത്തിൽ വരും. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു, ആദ്യത്തെ KL, എന്നിട്ട് 001 വരണം. ഓക്കെ കൊടുത്തു. KL ഇവിടെ 1 എന്നാണ് വന്നത്. കാരണം ഈ കോളം ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഹോൾ നമ്പർ ആയിട്ടാണ്. അപ്പോൾ 00 എന്നുള്ളത് പ്രൊസീഡിങ് ആയിട്ട് വരുന്ന ആ 00 അത് കാണിക്കാതെ 1 എന്ന് മാത്രം കാണിക്കാം. നമുക്കത് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ കോളം റീപ്ലേസ് ടു ടെക്സ്റ്റ്. അപ്പോൾ 001 KL001 2 കോളത്തിലായിട്ട് അത് കാണിച്ചു. ഇത് ഞാനിപ്പോൾ ഈ കൊറി ഡിലീറ്റ് ചെയ്യുന്നു. അത് പഴയതുപോലെ തന്നെയായി. ഞാനത് മാറ്റി സ്പ്ലിറ്റ് കോളം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇവിടെ 2 കൊടുത്തു. റിപ്പീറ്റഡ്ലി എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? KL പിന്നെ 001. ഈ 00 എന്നുള്ളത് ഇവിടെ ഹോൾ നമ്പർ ആയതുകൊണ്ടാണ് കാണിക്കാത്തത്. ടെക്സ്റ്റ് കൊടുത്തു 00. പിന്നെ ഇവിടെയും നമുക്കിത് ടെക്സ്റ്റ് ആയിട്ട് മാറ്റാം. ഇത് 1 തന്നെ, KL001. അങ്ങനെ 2 പിന്നെ റിമൈനിങ് എത്രയാണ് അത്രയോ. അപ്പോൾ 2 അങ്ങനെ വെച്ചിട്ട് 3 വെച്ചിട്ട് കൊടുക്കാം, ഓരോന്ന് വെച്ചിട്ട് കൊടുക്കാം. ഓരോ ക്യാരക്ടറുകളും ഓരോ കോളത്തിൽ സ്പ്ലിറ്റ് ചെയ്യണം. ഈ രീതിയിലെല്ലാം നമുക്ക് കൊടുക്കാം. ഇതിനൊന്നും ഒരു ഫോർമുലയും ഒന്നും ആവശ്യമില്ല. ഇതിൽ കുറേ ഓപ്ഷൻസ് കൂടിയുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് എക്സലിലേക്ക് ലോഡ് ചെയ്യണമെങ്കിൽ ക്ലോസ് ആൻഡ് ലോഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 001 ലോഡ് ഇതെല്ലാം വന്നു.
ഇനി നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ഈ ഡാറ്റയിൽ ഒരു പുതിയ ഒരു 100 1000 പുതിയ അഡീഷണൽ ഡാറ്റ വരാണ്. ഈ അഡീഷണൽ ഡാറ്റ ഈ ഒറിജിനൽ ഡാറ്റയുടെ താഴെ അങ്ങ് കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എക്സലിൽ പോയി ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1000 ഡാറ്റയുടെയും പ്രോഡക്റ്റ് ഐ ഡി ഇതുപോലെ അത് സ്പ്ലിറ്റ് ചെയ്യും. ഈ പേരുകൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്തു തരും. മൈക്രോസോഫ്റ്റ് പവർ ക്വറിയിലെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.